മാഡം ഒരു മിനിറ്റ്, ഞാൻ ഈ ഫോണൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഹലോ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ ഇതുവരെ എയർപോർട്ടിൽ എത്തിയില്ലേ? ഓക്കെ, ഞാൻ എവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർമ്മ സാറായിട്ട് ഞാൻ അർജന്റ് മീറ്റിംഗിലാന്ന് പറ. ബാക്കിയല്ല ഞാൻ അവളോട് നേരിട്ട് പറഞ്ഞോളാം. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ, എന്തിനാ ഇതിനകത്ത് കയറിയത്? മാഡം, 1 സെക്കൻഡ്, ഞാനൊന്ന് സംസാരിച്ചിട്ട്. താങ്ക് യു. ഹലോ, എന്തായടാ? അണ്ണാ അതേ ചേച്ചിയെ പൊക്കി അല്ല പിക്കി. അണ്ണാ ചേച്ചി എടുത്ത് വർമ്മസാറിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് അഡ്രസ് ഉണ്ട്. ഞങ്ങളിപ്പോ അങ്ങോട്ട് പോണോ അതോ? എടാ, ഞാനിവിടെ മാഡത്തിന്റെ ഫാം ഹൗസിലാ. എന്നാ ഫാമടാ? കാനഡ. എടാ, ഫാം. അയ്യോ അണ്ണാ, ഡ്രൈവറിന്റെ അടുത്ത് പതുക്കെ ഓണടിക്കാൻ പറഞ്ഞ് കേൾക്കാൻ പറ്റില്ല. എടാ, ഫാം ഹൗസ്. എടാ, ഫാദറിന്റെ എഫ്. കാതറിന്റെ വൈഫാ? കാതറല്ലടാ, കൂതറേ. ഫാദറിന്റെ വേണ്ട. എടാ, ഫ്രീസറിന്റെ എഫ്. ബ്രീസറിന്റെ കപ്പ. എന്റെ ദൈവമേ. എടാ, ഫുള്ളിന്റെ എഫ്. ഫുള്ളിന്റെ ഹാഫ് പൈന്റ്. എടാ, ഫുള്ളിന്റെ ആദ്യത്തെ എന്താ പറയണേ? ഓ, ചിയേഴ്സ്. എടാ പുല്ല്, ഫുള്ളിന്റെ എഫ്. നിനക്ക് മനസ്സിലാവണില്ലേ? നീ ഒന്നും നോക്കി, ഞാൻ എഴുതി കാണിക്കണ്ട. എഫ് ഒരു ഓ, ഇപ്പൊ കണ്ടു എഫ് ഫാം ഹൗസ്. എന്റെ പൊന്നോ. എടാ, നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാട്ടാ. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോ? എടാ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അണ്ണ അവിടെ ഭയങ്കര ചിരിങ്ങളേക്കാണ്. ചേച്ചി വന്നിട്ട് സന്തോഷം ഉണ്ടാ. എന്റെ അമ്മേ, ഒടുക്കത്തെ വൈബ്രേറ്റർ ആയി പോയി. എടാ, ഹലോ അണ്ണാ. അയ്യോ, ചോദിച്ചിട്ട് കിട്ടില്ല. യെസ് മാഡം. വരണ്ടാന്ന് പറഞ്ഞ് കേട്ട് കാണാവോ? അണ്ണ ഇപ്പൊ ഇങ്ങോട്ട് ഫാം ഹൗസിലേക്ക് വരണ്ടണോന്നാണ് പറഞ്ഞാൽ തോന്നണല്ലേ അല്ലേ? ആൻഡ് പിന്നെ ഫാം ഹൗസിലേക്കുള്ള വഴി അറിയാമോ? അതറിയാ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പോവല്ലേ? തല്ലിപ്പൊളിയാവോ? വരാനിരിക്കുന്ന മാക്സ് ഏഷ്യൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ ആനന്ദ് വർമ്മ എനിക്കെതിരെ ഒരു മോഡലിനെ മത്സരിപ്പിക്കുന്നുണ്ട്. ഓ, ആരാ? ഏതാണ് മോഡൽ? സത്യന് എത്ര മോഡൽസിനെ അറിയാം? അതുകൊണ്ടല്ല മാഡം, അറിയാനുള്ളൊരു കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ നാട്ടിൽ നിന്നുള്ള ഇതൊരു കുട്ടിയാണെന്നറിയാം. എന്തെങ്കിലും കാണാതെ ആനന്ദ് അങ്ങനെ ഒരു നീക്കം നടത്തില്ല. ആ മോഡൽ മത്സരത്തിൽ പങ്കെടുക്കരുത്. പണം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയോ ഏത് മാർഗം വേണമെങ്കിലും സത്യന് സ്വീകരിക്കാം. മണി ഈസ് നോട്ട് എ പ്രോബ്ലം, യു നോ. അതിനേക്കാളൊക്കെ എളുപ്പമുള്ളൊരു വഴി ഞാൻ പറയട്ടെ മാഡം. വർമ്മ സാറിനോട് മാഡം ഒന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ. മാഡം ഒന്ന് ക്ഷമിക്കാൻ തയ്യാറായാൽ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തീരും. അപ്പം പിന്നെ ആനന്ദ് സാറ് ട്രെയിൻ ചെയ്യുന്ന പെൺകുട്ടിയെ നമുക്ക് വർമ്മ ഡിസൈൻസിന്റെ മോഡലായിട്ട് പ്രസന്റ് ചെയ്തൂടെ? സോറി മാഡം, ഞാൻ സത്യനോട് ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. ചെയ്യാം മാഡം. ചേച്ചിനെ കൂടെ ഞാൻ തന്നെ വന്ന് നന്നായി. മരുഭൂമിയാണല്ലോ, പിന്നെ ഇവിടുത്തെ ഡ്രൈവർമാരൊന്നും വിശ്വസിക്കാൻ പാടില്ലെന്നേ. എല്ലാം ബലാത്സംഗ വീരന്മാരാണ്, തേണ്ടികള്. അയ്യോ ചേട്ടൻ മലയാളിയായിരുന്നു, സോറിട്ടാ. മാഡം നടക്കാൻ വയ്യെങ്കിൽ സൂക്ഷിച്ചു മാഡം. മാഡം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, വേണമെങ്കിൽ ഞാൻ ചുമലിലെടുക്കാം മാഡം. ചെറുപ്പത്തിൽ ഞാൻ മുത്തശ്ശിനൊക്കെ എടുത്തുകൊണ്ട് നടക്കാറുള്ളതാ. സൂക്ഷിച്ചു വേണേ, പൂളാണ്. ഇല്ലെങ്കിൽ നമ്മൾ എന്തമ്മോ, വെറുതെ ഇരിക്കുമ്പോ ഭക്ഷണം കഴിച്ച് വെയിറ്റ് കൂട്ടേക്ക. ഇതെങ്ങനെയാ നിർത്തണത്? ഇവിടെ അടിച്ച് പൊളിക്കല്ലേ? അഞ്ജലി, ഒന്ന് സഹായിക്കടാ. അഞ്ജലി, അഞ്ജലി, ആക്ച്വലി എന്താണ്? നിങ്ങളുടെ അർജന്റ് മീറ്റിംഗ്. അഞ്ജലി, ഞാൻ പറയണ്ട, വണ്ടി എടുക്കും. അഞ്ജലി ഒന്ന് കേൾക്ക് പ്ലീസ്.
എടാ നിന്നോട് ആരാടാ പറഞ്ഞ അവിടെ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചോട്ടെ? അണ്ണനല്ലേ ഫാം ഹൗസിലേക്ക് ഫുള്ളിന്റെ ഫാന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി കളിച്ചിട്ട് ചിരിച്ച് കളിച്ചിട്ടൊക്കെ പറയാൻ പറഞ്ഞത്. എടാ നിന്റെ തലയിൽ ചെളിയാണോടാ മന്ദബുദ്ധി? എനിക്ക് എങ്ങനെ അറിയണം അണ്ണൻ ബാഹുബലി ലിംഗോ ചുമന്നുകൊണ്ട് നിൽക്കണ പോലെ മാഡത്തിന് ചുമന്നുകൊണ്ട് നിൽക്കണെന്ന്. ഇനി എന്റെ കൂടെ വരെ പ്രത്യേകം പറഞ്ഞോടാ. ബാക്കിലുണ്ട് വിട്ടോ. എന്റെ അമ്മ ഏത് കോട്ടയം അയ്യപ്പ പോലെ എണ്ണ പുറത്ത് നോക്കി ഒന്നുമില്ല എടുക്കുന്ന വെയിറ്റും. ഇനി ഈ ലോൺ ഇറക്കിയിട്ട് വേണം അഞ്ജലിയുടെ പ്രശ്നം തീർക്കാൻ. എടാ ഞാൻ ദേവിക മാഡത്തിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അഞ്ജലി പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? അത് പേടിക്കണ ആ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു അഞ്ജലിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാടകം കളിക്കണമെന്നൊക്കെ നീ വ്യക്തമായിട്ട് പറഞ്ഞോ? അല്ല അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല എല്ലാം കൂടി ഞാൻ പറഞ്ഞ പിന്നെ അണ്ണ പറയുന്നതിൽ മിച്ചം വേണ്ടേ? അയ്യോ സോറി. എന്തിനാണ് ഞാൻ എന്റെ കൈ കളയണേ? ഓ അയ്യപ്പ സൂടെ കിടപ്പുണ്ടല്ലോ. അയ്യോ അണ്ണ അണ്ണ ഞാൻ കണ്ടിട്ടില്ല. ചിരിക്കലാ ഓട്ടക പട്ടി. ബടിയൊരു ലിഫ്റ്റ് വരൂ. സത്യം സാർ ഞാനിപ്പോൾ അഞ്ജലിയെ കാണാൻ വേണ്ടി ഫ്ലാറ്റിൽ പോയിരുന്നു സാറിന്റെ. അവളെന്നെ കാണാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് അഞ്ജലിയായിട്ട് സംസാരിക്കണം, നമ്പർ വേണം. അവളുടെ ഫ്ലാറ്റിൽ പോകുന്ന എന്നോട് ആരാ പറഞ്ഞത്? അവളോട് സംസാരിക്കുന്ന പോയിട്ട് അവളെ കാണാൻ പോലും ശ്രമിക്കരുത് നീ. സാർ സാർ പ്ലീസ്, അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. നോ, ദേവികയെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിന്റെ ആളാണ് അഞ്ജലി എന്നറിഞ്ഞാൽ അത് മതിയല്ല അവസാനിക്കാൻ. ഇനി എൻ്റെ ലൈഫ് വെച്ച് കളിക്കാൻ എനിക്ക് പറ്റില്ല. സത്യ, ഞാനും നീയും മാത്രമായിട്ടുള്ളതാണ് ഈ കരാർ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നാമതൊരാൾ അറിയരുത്. തൽക്കാലം അഞ്ജലി നിന്റെ ആരുമല്ല. സാർ ഗുഡ് നൈറ്റ്. ഓ ഗുഡ് നൈറ്റ്. ഇതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകണത്? ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഒത്തിരി മലയാളം അറിയാൻ പാടില്ല. ഒന്നും നടക്കുപോർക്കെ. അണ്ണ അണ്ണ എഴുന്നേറ്റേ. അണ്ണ കുറെ നേരം ഫോൺ അടിക്കണം. ഇത് ആരാണ് നോക്കിയേ? ആരാണ് വെളുപ്പാൻ കാലത്ത്? വർമ്മ സാറാ. സാറേ അഞ്ജലിയോട് നീ എന്താ സംസാരിച്ചത്? അവളിപ്പോ തിരിച്ചു പോവാണെന്ന് പറയുന്നു. മത്സരിക്കാൻ അവളില്ലാന്ന്. അയ്യോ, ഇന്ന് ഉച്ചക്ക് പ്രസ് മീറ്റ് വെച്ചിരുന്നതാ അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. എടാ തെണ്ടി. ഹലോ അയ്യോ സോറി സാറേ, ഞാൻ ഇവിടെ പറഞ്ഞ ആരെന്ന് വാനൂർ നോക്കണം. അണ്ണ ഞാൻ ഇവിടെ കുളിക്കാണ്. സാർ ഒരു മിനിറ്റ്, ഒരു ഷൂ എവിടെ പോയോ? ഹലോ, ഞാനിവിടെ ഒരു അയ്യോ എന്ന് പറഞ്ഞ. സോറി സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇരിക്കൂ. അല്ല അകത്തിരിക്കാം. വരും മാഡം, വരും വരും. ഇല്ല മാവാ, ഞാൻ ഞെട്ടിപ്പോയ മാവാ. പെട്ടെന്നല്ലേ മരണം കയറി വന്നത്, അല്ല മരണം കയറി വന്നത്. ചടങ്ങുകളൊക്കെ നടക്കുവാ മാവാ. 16 അടിയന്തരത്തിന് 18 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചോളാം മാവാ. വാ മായി. അല്ല സോറി, വരൂ മാഡം. ഇവിടെ ഇരിക്കാം മാഡം. എന്താ മാഡം രാവിലെ തന്നെ? ആനന്ദ് വർമ്മയായിട്ട് സത്യൻ എന്താ ഇടപാട്? ഇടപാടാ? എന്തിടപാട്? ആനന്ദിനെ കാണാൻ സത്യൻ ഇന്നലെ അയാളുടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നോ? ഇല്ലേ? ഇല്ല. മിസ്റ്റർ കുമാർ കണ്ടല്ലോ സത്യൻ ഇന്നലെ അവിടെ കയറുന്നത് ഇറങ്ങി പോകുന്നതും. രാത്രി 8:15 അവിടെ കയറി 8:22 പുറത്തിറങ്ങി. ഓ 8:50 to 8:22 7 minutes. എന്താ ഒരു പൊട്ടൻചിരി? വർമ്മയെ കാണാൻ അവിടെ പോയോ ഇല്ലയോ എന്ന്. ഇല്ല മാഡം. അപ്പൊ കുമാർ പറയുന്നത് കള്ളമാണെന്നാണോ? കള്ളമല്ല, ബുദ്ധിയിലായ കൂർക്ക കണ്ടിട്ട് ആട്ടുംകാട്ടാണെന്ന് കരുതുന്ന വിവരക്കേട്. ആനന്ദ് വർമ്മയെ കാണാൻ ഞാൻ പോയിട്ടില്ല. പക്ഷെ അങ്ങേരുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. അവസാനം സമ്മതിച്ച് മേഡം ഇയാളെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം. അതിനു മുമ്പ് പുഷ്പനൊന്ന് പുറത്തേക്കണം. എനിക്ക് മാഡത്തിനോട് കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്. മിസ്റ്റർ കുമാർ ഒന്ന് പുറത്തു വെക്കൂ. അപ്പൊ ഞാൻ എത്രയും പെട്ടെന്ന് പുറത്തായ? വർമ്മയുടെ ഫ്ലാറ്റിൽ ഞാൻ പോയിരുന്നു മാഡം, അങ്ങേരുടെ പുതിയ മോഡലിനെ കാണാൻ. അവളെ ഞാൻ കണ്ടു, വെരട്ടി, ഒതുക്കി. യെസ്, അവൾ ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കില്ല. മാത്രമല്ല ഇന്നുച്ചയ്ക്ക് വർമ്മ അറേഞ്ച് ചെയ്തിരിക്കുന്ന പ്രസ് മീറ്റിലും അവൾ വരില്ല. എത്രയും പെട്ടെന്ന് അവൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. റിയലി? അത് മാഡം, ഞാൻ കുറച്ച് പണം ഓഫർ ചെയ്തിരുന്നു. ജസ്റ്റ് ഒരു 50,000 dirhams. അല്ല അത് കൂടുതലല്ലായിരിക്കുമല്ലോ അല്ലേ? ഹേ ഇറ്റ്സ് ഓക്കെ സത്യൻ, പണം ഓഫീസിൽ നിന്ന് മേടിച്ചോളൂ. ഒരു കണക്കിന് രക്ഷപ്പെട്ട്. വാട്ട്? അല്ല അവർ 1 ലക്ഷം അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലേ. മണി ഈസ് നോട്ട് എ പ്രോബ്ലം സത്യൻ. എനിവേ താങ്ക് യു സോ മച്ച്.
സത്യൻ, മാഡം ഏതായിരുന്നു ആ പെൺകുട്ടി? അത് നാട്ടിലേതൊരു പാവം പെൺകുട്ടി, അല്ലെങ്കിൽ പൈസക്ക് മറിയില്ലല്ലോ മാഡം. അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ നമ്മൾ ഫാം ഹൗസിൽ നിന്നപ്പോൾ അവിടെ വന്ന പെൺകുട്ടി. ഫാം ഹൗസില് അവിടെ ഏത് പെൺകുട്ടി? സത്യന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ കൂടെ. ഫ്രണ്ട്? ഹൈ, ഫാം ഹൗസിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായുള്ളൂ. ആ, ഞാൻ ഒറ്റയ്ക്കല്ലേ മാഡത്തിനെ തിരിച്ചുണ്ടാക്കിയത്. അവിടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, മാഡം ഒറ്റയ്ക്കായിരുന്നു. പിന്നെ അവിടെ ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. അത് ഒറ്റയ്ക്കായിരുന്നല്ലോ. അപ്പൊ എനിക്ക് തോന്നിയതാണോ? താണോ അല്ല, താണ് താണ് തോന്നിയ താണ്. ശരിക്കും. ഇനി ലീവ് ഇറ്റ്. താങ്ക്സ് സത്യൻ. താങ്ക് യു ഫോർ എവറിത്തിങ്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി മാഡം. എൻ്റെ അമ്മേ, രക്ഷപ്പെട്ടു.